നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കാർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ പുതുവർഷ ഫലങ്ങൾ നമ്മൾ ജനുവരി തൊട്ടിട്ടാണ് പറയാൻ തുടങ്ങിയത് കേട്ടോ. കാരണം ഞാൻ മുൻപത്തെ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ആസ്ട്രോ മീഡിയയുടെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ഫലങ്ങളെല്ലാം വിഷുഫലങ്ങളാണ്. ഒരു വർഷത്തെ എല്ലാ ഫലങ്ങളും വരുന്നത് വിഷുഫലത്തിൽ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനത്രയധികം പ്രാധാന്യമില്ല. എന്നിരുന്നാൽ പോലും ആളുകളുടെ പ്രേക്ഷകർ അവരാണ് നമ്മളുടെ സമ്പത്ത്. അവർ സ്ഥിരം ഫോളോ ചെയ്യുന്ന ഒരു ചാനൽ എന്ന നിലയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ വ്യാഴമാറ്റം, ശനിമാറ്റം, രാഹുകേതുക്കളുടെതൊക്കെ മാറ്റങ്ങൾ ഈ ഒരു വർഷം സംഭവിക്കുന്നത് കൊണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് 2025 അനുഭവത്തിൽ വരുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയണത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും ഓരോ ജാതകമുണ്ട്. ആ ജാതകപ്രകാരമുള്ള ഗുണദോഷങ്ങളൊക്കെ അയാളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടാവും. വ്യാഴത്തിൻ്റെ സ്ഥിതി, ചിലപ്പോൾ വ്യാഴം പറഞ്ഞ ആൾ ഭാഗ്യമില്ലാത്ത ആൾ, ആയുസ് കുറഞ്ഞ ആൾക്കാർ, ആയുസ് കൂടിയിട്ടുള്ള ആൾക്കാർ, ദാരിദ്ര്യമുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെ പലതരം അനുഭവങ്ങൾ പല ആൾക്കാരുടെ ജാതകത്തിലുണ്ടാവും. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ദശ, ഇപ്പോൾ ഇതിൽ പറഞ്ഞ മൂലം നക്ഷത്രം, പുരാടം നക്ഷത്രം, ആടം നക്ഷത്രം, ഇങ്ങനെയൊക്കെയുള്ള ധനുക്കൂറിൻ്റെ ഫലമാണല്ലോ പറയണത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്കൊക്കെ വിഭിന്നമായ തരത്തിലുള്ളതായ അനുഭവങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ അതിൻ്റെ അടിയിലൊക്കെ കമൻ്റ് ഉണ്ട്, ശനി 6 ഒരു ഗുണം ഉണ്ടായിട്ടില്ല, വ്യാഴം 9 ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കാരണം എന്താ വെച്ചാൽ അവനവൻ്റെ ജാതകത്തിലെ അഷ്ടവർഗ ഫലത്തിനനുസരിച്ചിട്ടാണ് ഈ ചാരഫലങ്ങളൊക്കെ അനുഭവിക്കുക. അഷ്ടവർഗം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് നോക്കി മാത്രം രാഹുകേതുകൾക്ക് മാത്രം അഷ്ടവർഗ്ഗമില്ല. സൂര്യൻ മുതൽ ശനി വരെയൊക്കെയുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും ലഗ്നത്തിനും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് അഷ്ടവർഗ്ഗങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബിന്ദുക്കൾ 5-ൽ കൂടുതലുണ്ടെങ്കിൽ ഗുണഫലങ്ങളും 5-ൽ താഴെ വന്നാൽ ദോഷഫലം ഉണ്ടാവും. 0 വന്നാൽ രോഗം, ദുരിതം പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാണ്ട് നമ്മൾ ഇത്തരം വിഷയങ്ങളെ പറ്റി സംവദിച്ചിട്ട് കാര്യമില്ല. അതാണ് ഓരോ എപ്പിസോഡും വരുമ്പോൾ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ ഫലങ്ങൾ പറയണത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമാണല്ലോ. നമുക്ക് ധനുക്കൂറിൻ്റെ ഫലങ്ങളിലേക്ക് വന്നാൽ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം, 1-ാം പാദം അടങ്ങുന്ന ധനുക്കൂറുകാർക്ക് 2025 മെയ് മാസം 14-ാം തീയതി വരയ്ക്ക് വ്യാഴം 6-ലാണ്, 6-ാം വ്യാഴമാണ് അവർക്ക്. അതിനുശേഷം 7-ലേക്ക് വരും. അത് ഗുണമാണ്. വ്യാഴം 7 ഗുണമാണ്. ശനി 2025 മാർച്ച് 29 വരയ്ക്ക് 3-ൽ സഞ്ചരിക്കുന്നുണ്ട്. ജന്മക്കൂറിൻ്റെ 3-ൽ സഞ്ചരിക്കുന്നുണ്ട്. അതിനുശേഷം കണ്ടകശനി 4-ലേക്ക് ശനി വരുന്നുണ്ട്. രാഹു 2025 മെയ് 18-ാം തീയതി വരയ്ക്ക് 4-ലാണ്, അത് 3-ലേക്ക് വരണു. അതിനുശേഷം കേതു, അന്ന് തന്നെ രാഹുകേതുക്കൾ ഒരുമിച്ചാണല്ലോ മാറുക. പുറകിലേക്ക് സഞ്ചരിക്കുന്ന 2 ആൾക്കാരാണ് അവർ. 2025 മെയ് 18-ാം തീയതി വരയ്ക്ക് 10-ൽ, അതിനുശേഷം 9-ലേക്ക്, കാരണം പിന്നിലേക്കാണ് വരിക. അപ്പോൾ 9-ലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ നോക്കണ സമയത്ത്, ഇതൊക്കെ കൂടി ആലോചിക്കുന്ന സമയത്ത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലം, ഗുണവും ദോഷവും ഇടകലർന്ന അനുഭവങ്ങളാണ് ഈ ഒരു കൊല്ലം ഉണ്ടാവുക. വിദ്യാഭ്യാസം ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ PhD പോലെയൊക്കെയുള്ള കാര്യങ്ങൾ, IAS, IPS അതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള UPSC പരീക്ഷകളൊക്കെ എഴുതുന്ന ആളുകൾക്ക് ഗുണമുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ ദൂരദേശ യാത്രയൊക്കെ നടത്തി, അതുകൊണ്ട് ഇപ്പോൾ ബിസിനസ് സംബന്ധമായിട്ടുള്ളൊരു യാത്ര ഉണ്ട് വിചാരിക്കുക, അതുകൊണ്ടുള്ള ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. വിവാഹാദി മംഗളകർമ്മസിദ്ധികൾ, ഇപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കൊക്കെ വിവാഹം നടക്കാൻ പ്രയാസമുള്ള ആളുകൾക്കൊക്കെ വിവാഹം ഉറക്കേണ്ട സമയമാണ്. ബന്ധുഗുണപ്രാപ്തി ഉണ്ടാവും. പുതിയ ബന്ധുക്കളുമായിട്ടുള്ള സമാഗമം, പുതിയ കർമ്മങ്ങൾക്കുള്ള ആരംഭം. കുറേ കാലങ്ങളായിട്ട് നമ്മൾ തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പൂർത്തിയാക്കാനും നന്നായിട്ട് തന്നെ അത് സമാപ്തി കുറിക്കാനും പറ്റിയ ഒരു വർഷമായിട്ട് കാണുന്നുണ്ട്. ദാമ്പത്യ സുഖം, അതായത് ദമ്പതിമാർക്ക് പുതിയതായിട്ട് വിവാഹം കഴിഞ്ഞുള്ള ആളുകൾക്കൊക്കെ ദാമ്പത്യ സൗഖ്യങ്ങളൊക്കെ ധാരാളം ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവണം. ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതെല്ലാം സഫലമാവും. വസ്ത്രാഭരണ സിദ്ധി ഉണ്ടാവും. വിശേഷപ്പെട്ട വസ്ത്രം, അത് ഈ പൊന്നാട കിട്ടുക എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവമാണ് കേട്ടോ. അപ്പോൾ അതാണ് വിശേഷപ്പെട്ട വസ്ത്രം. വിവാഹ വസ്ത്രവും ആവാം. അതൊക്കെ നമുക്ക് വളരെ പ്രധാനമല്ല. അവനവൻ്റെ വിവാഹ വസ്ത്രമൊക്കെ എത്രയോ കാലങ്ങളോളം സൂക്ഷിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ് നമ്മൾ മലയാളികളൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ, പുതിയ വസ്ത്രം, ആഭരണം ഇതൊക്കെ ഉണ്ടാവുക. പിന്നെ ഒരു സെപ്റ്റംബറൊക്കെ ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ അവസ്ഥകൾ ഒന്നിങ്ങനെ മങ്ങും. വാഹനം കൊണ്ടുണ്ടാകുന്ന ആപത്തുകൾ, വീഴ്ച, വലുതായിട്ടുള്ള വീഴ്ച,
വെറുതെ ശത്രുക്കൾ ഉണ്ടാവുക, ശത്രുവീടുകൾ, അനാവശ്യമായിട്ടുള്ള ശത്രുക്കൾ, നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല എന്നാൽ വെറുതെ എന്തായാലും അവനോട് പറഞ്ഞാൽ അവൻ നമുക്ക് എതിരായി തീരുക, അത്തരം ശത്രുക്കൾ ഉണ്ടാവുക. സുഹൃത കർമ്മങ്ങൾക്ക് തടസ്സം, അത് നമ്മൾ സുഹൃതം വർദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് വിഘാതം ഉണ്ടാവും, അത് മുടക്കാനുള്ള ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മനോവ്യസനം, മനോവ്യാധി എന്ന് പറയും, മാനസിക രോഗമുള്ള ആൾക്കാരൊന്ന് സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാരെ കൃത്യമായിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് തന്നെ കഴിച്ചോളുക. ധനദുർവ്യയാദികളും വിഷഭയങ്ങളും ഡിസംബർ മാസത്തിൽ, അത് ഒരു നവംബർ ഡിസംബറൊക്കെ ആയിട്ട് ഈ ധനദുർവ്യയങ്ങളും അതേപോലെ തന്നെ വിഷം ഏൽക്കുന്ന ചില ജന്തുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും പറയാം, ഫുഡിൽ കൂടി ആവാം, പലതരത്തിലും ശരീരത്തിലേക്ക് വിഷാംശം വന്ന് എത്തുക എന്ന് സാരം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കണ്ടകശിനി തുടങ്ങുന്നത് കൊണ്ട് ശാസ്താവിനെ നന്നായിട്ട് ഭജിക്കണം. 6-ാം വ്യാഴം തീരുകയാണ്. വ്യാഴത്തിന് പൊതുവേ ദോഷങ്ങൾ തീർന്നൊരു കാലം തന്നെയാണ്, പൊതുവേ അപകടമൊന്നുമില്ല. വ്യാഴം മധ്യത്രേക്കാണത്തിൽ വരുമ്പോൾ നമ്മളതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ പറയും. കാരണം വ്യാഴമാറ്റം പറയണമല്ലോ. അപ്പോൾ അത് മെയിലാണ് വരുന്നത്. അപ്പോൾ നമുക്കതിന് മുൻപായിട്ട് അതൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ പറയണോ, നിങ്ങളുടെ ജാതകം വെച്ച് മാത്രമാണ് ഒരാളുടെ ഫലം കൃത്യമായിട്ട് പറയാൻ പറ്റൂ. ഓരോ വ്യക്തിക്കും ഓരോ ജാതകമുണ്ട്. 1 കോടി ജനങ്ങളുണ്ടെങ്കിൽ 1 കോടി ഫലം പറയാൻ ആ ദൈവത്തിന് സാധിക്കണം. അപ്പോൾ മാത്രമാണ് ഒരാളുടെ കൃത്യമായിട്ടുള്ള ഫലങ്ങളാവുക. ഇത് പൊതുവായിട്ട് അനുഭവിക്കാൻ സാധ്യത 80% സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ രാജയോഗങ്ങൾ അങ്ങനെ ഇങ്ങനെ മറ്റതെന്നൊക്കെ പറയാം, അതിലൊന്നും വീഴണ്ട. അതൊന്നും സാധാരണക്കാർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത കുറേ കാര്യങ്ങളാണ്. ജ്യോതിഷവുമായി ബന്ധമില്ലാതെയുള്ള പല കാര്യങ്ങളും പൊതുജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ശരി, അവനവൻ സൂക്ഷിക്കുക. കാര്യങ്ങളൊക്കെ വിശ്വാസമുള്ള ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് അവനവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കേ പറയാനുള്ളൂ. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾ കമൻറ്റൊക്കെ ധാരാളം ചെയ്യൂ. ആസ്ട്രോമീഡിയയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ 300-ലധികം ജ്യോതിഷ സംബന്ധമായിട്ട് കൃത്യമായിട്ടുള്ള ജാതക, പാരജാതകം, പ്രശ്നമാർഗം, ഹോര, അത് വിവിധ തരത്തിലുള്ള ഹോരകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഫലദീപിക, മാനസാഗിരി, അങ്ങനെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ചെയ്ത ശാസ്ത്രീയമായിട്ടുള്ള ധാരാളം വീഡിയോസ് ഉണ്ട്. നല്ലൊരു വീഡിയോ ലൈബ്രറി ഇന്ന് നമുക്കുണ്ട്. 5-6 വർഷത്തെ പരിശ്രമം തന്നെയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഒറ്റ ക്ലിക്കിലൂടെ അത് നമുക്ക് കിട്ടും. അപ്പോൾ അതെല്ലാവരും കേൾക്കുക, ആവശ്യമുള്ള ആളുകൾക്ക് എത്തിക്കുക. ജ്യോതിഷം പഠിക്കുന്ന ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ അതൊക്കെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ്, ഏത് കാലത്തും കേൾക്കാൻ പറ്റാവുന്ന രീതിയിൽ അത് പ്രമാണ പുരസ്സരം അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.